സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ബുദ്ധിമാന്ദ്യം, ഓർമ്മക്കുറവ്, കുഞ്ഞുങ്ങളിലെ പഠിച്ചാലും മനസ്സിലിരിക്കാത്ത അവസ്ഥ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഓർമ്മയിൽ കുറവ് വരും, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥ. അതിന് ഏറ്റവും നല്ലതാണ് ബ്രഹ്മി. ആ ബ്രഹ്മി കുറച്ച് പറിച്ചെടുത്ത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു നല്ല ബക്കറ്റ് കളർ ബക്കറ്റ് ആകാൻ പാടില്ല, ഗ്ലാസ് ടൈപ്പ് ബക്കറ്റ്, പ്രകാശം കിടക്കണം, ആ രീതിയിലുള്ള ബക്കറ്റ്. അതിൽ ഒരു ലെയർ ബ്രഹ്മി അരിഞ്ഞ് വിരിക്കുക, കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വിരിക്കുക. അതിൻ്റെ മേളിൽ കുറച്ച് വെല്ലം പൊടിച്ചിടുക, വീണ്ടും ബ്രഹ്മി അരിഞ്ഞിടുക, വെല്ലം പൊടിച്ചിടുക, അങ്ങനെ ലെയറാക്കി വെക്കുക. മുകളിൽ വെല്ലം വേണം, വെല്ലം അഥവാ ശർക്കര. അങ്ങനെ മൂടിക്കെട്ടി 41 ദിവസം വയ്ക്കുക. കലണ്ടറിൽ നോട്ട് ചെയ്യുക. 41 ദിവസം കഴിയുമ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. 41 ദിവസം കഴിയുമ്പോൾ നല്ല ബ്രഹ്മി വൈനാകും. ആ വൈൻ 10 മില്ലി വെച്ച് 2 നേരം, പ്രായമുള്ളവർക്കാണെങ്കിൽ ഒരു 15 മില്ലി വെച്ച് 2 നേരം, കുട്ടികൾക്കാണെങ്കിൽ ഒരു 10 മില്ലി 2 നേരം കൊടുക്കുക, ദിവസവും കൊടുക്കുക. ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ 41 ദിവസം കഴിയുമ്പോൾ നല്ല ബ്രഹ്മി വൈനാകും. അത് നല്ലൊരു തോർത്ത്, പുതിയ തോർത്തിലേക്ക് വാരി പിഴിഞ്ഞ് അരിച്ചെടുക്കുക. പിന്നെ കുപ്പി ടൈറ്റ് ചെയ്ത് അടക്കരുത്, പൊട്ടിപ്പോവും. പ്ലാസ്റ്റിക് കുപ്പിയായാലും ചില്ലുകുപ്പിയാണെങ്കിലും പൊട്ടിപ്പോവും. അപ്പോൾ ഒരു പിരി ലൂസാക്കി ഇടണം, എയർ കുറച്ച് പുറത്ത് പോകണം. വീറ് പോലെ പതഞ്ഞു പൊന്തുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അന്നേരം പിന്നെ സൂക്ഷിക്കണം. ഇത് വളരെ ഫലപ്രദമാണ്. ഒന്ന് ചെയ്തു നോക്കാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: ശക്തിയായ കാൽമുട്ട് വേദനയ്ക്ക് വേണ്ടി നമുക്ക് ഏതാണ് ഒരു ഔഷധ ചെടി എന്ന് ചോദിച്ചിരുന്നു. നീല ഉമ്മത്തിൻ്റെ കായാണ്. ആ ഉമ്മത്തിൻ്റെ കായ്ക്കകത്ത് എള്ളും തേങ്ങയും നിറച്ച് ആ ഉമ്മത്തിൻ്റെ ഇല കൊണ്ട് തന്നെ പൊതിഞ്ഞു കെട്ടി പുഴുങ്ങി അരച്ച് കാൽമുട്ടിലിട്ടാൽ കാൽമുട്ടിൻ്റെ വേദന പെട്ടെന്ന് ശമിക്കും. വിഷമാണ്, അതുകൊണ്ട് നമ്മൾ കറി വെക്കുന്ന പാത്രങ്ങളിലോ കറി വെക്കുന്ന അരകല്ലിലോ ഒന്നും അരക്കരുത്. അല്ലെങ്കിൽ കറിക്ക് അരക്കുന്ന അരകല്ലിലോ ഒന്നും നമ്മൾ അരകല്ലിലോ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിലോ വെക്കരുത്. കാരണം ഇത് വിഷമാണ്, ഭ്രാന്താവുന്നതാണ്, ഉള്ളിൽ ചെല്ലാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അത് മാത്രം നമ്മൾ ഓർമ്മിക്കുക. ഇനി ഇന്നത്തെ ചോദ്യം: സ്ത്രീകളിലെ കടുത്ത വെള്ളപ്പോക്ക് ശമിക്കാൻ പറ്റിയ ഒരു ഔഷധ ചെടിയുണ്ട്. ആ ഔഷധ ചെടി ഏതായിരിക്കും? ഉത്തരം പറയുക. നന്ദി, നമസ്കാരം.